ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം വാനോളം ഉയർത്തി IPL-ലെ രണ്ട് മുൻനിര ടീമുകൾ നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയം ഒരു റൺമഴയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് മലയാളി താരം സഞ്ജു സാംസണിന്റെയും യുവനിരയുടെയും കരുത്തിൽ 192 റൺസ് എന്ന വെല്ലുവിളി നിറഞ്ഞ സ്കോറാണ് KKR-ന് മുന്നിൽ വെച്ചത്. മുംബൈയിലെ പിച്ചിലെ മഞ്ഞുതുള്ളികളും രണ്ടാം ഇന്നിംഗ്സിലെ ബാറ്റിംഗ് എളുപ്പമാക്കുമെന്ന കണക്കുകൂട്ടലിൽ ക്യാപ്റ്റൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ ടീമിൽ ഒരു മാറ്റവുമായാണ് KKR എത്തിയത്. നവദീപ് സൈനിക്ക് പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ വരുൺ ചക്രവർത്തിയെ ഉൾപ്പെടുത്തിയത് ചെന്നൈയുടെ മധ്യനിരയെ പിടിച്ചുകെട്ടുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ചെന്നൈ ടീമിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ മുൻ മത്സരങ്ങളിൽ വിജയിച്ച ടീമിനെ തന്നെ നിലനിർത്തി. ചെന്നൈക്കായി ക്യാപ്റ്റൻ ഋതുരാജും സഞ്ജു സാംസണുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇന്നിംഗ്സിലെ ആദ്യ ഓവറിലെ ആദ്യ 3 പന്തുകളും മനോഹരമായ ബൗണ്ടറികളിലൂടെ അതിർത്തി കടത്തി സഞ്ജു തന്റെ വരവറിയിച്ചു. തന്റെ തനതായ ശൈലിയിൽ ലോഫ്റ്റഡ് ഡ്രൈവുകളും പുൾ ഷോട്ടുകളും കളിച്ച സഞ്ജു കൊൽക്കത്തയുടെ പേസർമാരെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ മറുഭാഗത്ത് ഋതുരാജിന് ആ താളം കണ്ടെത്താനായില്ല. അനുകൂൽ റോയിയെ സ്വിപ്പ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ റോമാൻ പവലിന് ക്യാച്ച് നൽകി ഋതുരാജ് പുറത്തായതോടെ ചെന്നൈ ഒന്ന് പതറി. എന്നാൽ പിന്നീട് ഗ്രീസിലെത്തിയ യുവതാരം ആയുഷ് മാത്രയെ കൂട്ടുപിടിച്ച സഞ്ജു ആക്രമണം തുടർന്നു. ചെന്നൈ ടീമിലെ യുവ കണ്ടെത്തലായ ആയുഷ് മാത്രെ ഭയമില്ലാതെയാണ് കൊൽക്കത്തയുടെ ബൗളർമാരെ നേരിട്ടത്. സഞ്ജുവിന് സിംഗിളുകൾ നൽകി സ്ട്രൈക്ക് കൈമാറ്റുന്നതിനൊപ്പം തന്നെ കിട്ടുന്ന പന്തുകൾ ഗ്യാലറിയിൽ എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു.